ഹലോ മക്കളെ, +1 ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും വലിയ ചാപ്റ്ററുമാണ് അനിമൽ കിങ്ഡം. യെസ്, ഈ രാജകീയമായ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും ഓണം എക്സാമിനും അതുപോലെ ഫൈനൽ എക്സാമിനും ഒരുപാട് പ്രാവശ്യം വരാൻ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ cartilaginous fishes and bony fishes. Okay, അഥവാ കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ചോദ്യം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എങ്കിൽ ആ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഇതാ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. തുടങ്ങിയാലോ നമുക്ക്? യെസ്, ഫസ്റ്റ് കോൺട്രിക് തൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കാർട്ടിലേജിനസ് ഫിഷസ് അവരുടെ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടായിരിക്കും. ഇത്തരക്കാർക്ക് ഇവരുടെ വായ, നമ്മൾ മൗത്ത് നോക്കിക്കഴിഞ്ഞാൽ വെൻട്രൽ സൈഡിലായിരിക്കും അവരുടെ മൗത്ത് ഇരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, അതായത് ഇവരുടെ മൗത്ത് ഇവിടെ അല്ല വരുന്നത്, പിന്നെയോ ഈ വെൻട്രൽ സൈഡിലായിട്ടാണ് ഇവരുടെ മൗത്ത് ഇരിക്കുന്നത്. കണ്ടോ, വെൻട്രൽ സൈഡിലേക്ക്. എന്നാൽ അതേസമയം ബോണി ഫിഷസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെയാണ് ഓസ്റ്റിക് തൈസ്. കാരണം അവരുടെ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരെ ബോണി ഫിഷസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ മൗത്ത് എന്ന് പറയുന്നത് ടെർമിനൽ മൗത്ത് ആയിരിക്കും. അതായത് അറ്റത്താണ് ഇവർക്ക് വാ വരുന്നത്, ടെർമിനൽ മൗത്ത്. മറ്റുള്ളവർക്ക് വെൻട്രൽ മൗത്ത് ആകുമ്പോൾ ഇവർക്ക് എങ്ങനെയുള്ള മൗത്താണ്? ടെർമിനൽ, ഒരു അറ്റത്തായിരിക്കും ഇവരുടെ മൗത്ത് വരുന്നത്. ഇനി ഇവരുടെ ശരീരത്തിൽ സ്കെയിൽസ്, നമ്മൾ സാധാരണ മീൻ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ചെതുമ്പൽ എന്നൊക്കെ പറഞ്ഞ് ക്ലീൻ ചെയ്യുന്നൊരു സാധനമുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഈ പറയുന്ന സ്കെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആയിരിക്കും. കുറച്ചുകൂടി വലുത് ആയിട്ടുള്ള ചെറിയ കുഞ്ഞ് മൈന്യൂട്ട് സ്കെയിൽസ് ആണ്. വലുതല്ല, സോറി, മൈന്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയും. എന്നാൽ കുറച്ചുകൂടി സൈക്ലിക് ഷേപ്പിലുള്ളതാണ് സൈക്ലോയിഡ് സ്കെയിൽസ് എന്ന് പറയും. അപ്പോൾ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് ആരുടെ ശരീരത്തിനകത്തുള്ളത്? നമ്മുടെ കോൺട്രിക് തൈസിന്റെ ശരീരത്തിനകത്തുള്ളത്. അതേസമയം ഓസ്റ്റിക് തൈസിന്റെ ശരീരത്തിനകത്തുള്ളത് സൈക്ലോയിഡ് സ്കെയിൽസ് കൊണ്ടാണ് അവരെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പറയുന്ന കോൺട്രിക് തൈസ് അഥവാ കാർട്ടിലേജിനസ് ഫിഷസിന് ഒന്നും തന്നെ എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അവർ താഴ്ന്നു പോകും. സോ അവർക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണം. കാരണം അവർക്ക് എന്തില്ല? എയർ ബ്ലാഡർ ഇല്ല. അപ്പോൾ പൊങ്ങി കിടക്കാൻ പറ്റില്ല അവർക്ക്. അവർ പൊങ്ങി മുകളിൽ വന്നിട്ട് നീന്തിയില്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് പോകും. അതുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നീന്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ഓസ്റ്റിക് തൈസിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ദേ ഹാവ് എയർ ബ്ലാഡർ. അവർക്ക് എന്തുണ്ട്? എയർ ബ്ലാഡർ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നീന്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി കിടക്കാം. നല്ല രസമായിട്ട് വീഗലാൻഡിലൊക്കെ കിടക്കുന്ന പോലെ എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കിടക്കാനായിട്ട് സാധിക്കും. കോൺട്രിക് തൈസിന്റെ മറ്റൊരു പ്രത്യേകത, അവർക്ക് ഒപ്പർക്കുലം, ചെകിള നമ്മൾ പറയില്ലേ, അതായത് ഇവിടെ ഗിൽസിന്റെ കവർ, ഗിൽ കവറിനെയാണ് ഒപ്പർക്കുലം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ അങ്ങനെ ഗിൽ കവറൊന്നുമില്ല. ഇവിടെ ഒരു കവർ വരേണ്ടതല്ലേ, അങ്ങനെ കവറൊന്നുമില്ല. പക്ഷെ അതേസമയം ഓസ്റ്റിക് തൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നോക്കുക, ഇവിടെ ഒരു കവറിങ് ഉണ്ട്. കണ്ടോ, ഇവിടെ കവറിങ് ഉണ്ട്. അതാണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എടുത്ത് കളയുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് അല്ലേ, ഒപ്പർക്കുലം. ആ ഒപ്പർക്കുലം എന്ന് പറയുന്ന ഗിൽ കവർ ഇവർക്കുണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. ഒന്നാമത്തേത് അവരുടെ എൻഡോസ്കെലറ്റിന്റെ ഡിഫറൻസ് എഴുതുക, മൗത്തിന്റെ ഡിഫറൻസ് എഴുതുക, ഒപ്പർക്കുലത്തിന്റെ പ്രസൻസ് എഴുതുക, എയർ ബ്ലാഡറിന്റെ പ്രസൻസ് എഴുതുക, സ്കെയിൽസിന്റെ ഡിഫറൻസ് എഴുതുക. ഈ 5 പോയിന്റ്സ് തന്നെ ധാരാളമാണ്. 3-4 പോയിന്റ്സ് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. എന്നാലും ഈ ഒരു 5 പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോൺട്രിക് തൈസിനെയും ഓസ്റ്റിക് തൈസിനെയും ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടേബിൾ ആക്കി കിടിലമായിട്ട് പ്രസന്റ് ചെയ്യാം, മാർക്ക് ഇങ്ങ് നേടുകയും ചെയ്യാം. ഓക്കെ, സോ ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഐ ആം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.